പരപ്പനങ്ങാടിയിലെ സർക്കാർ തെങ്ങുൽപാദന കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ തൈകളാണിത്. അത്യുൽപാദന ശേഷിയുള്ള കുറിയിനം തെങ്ങുകളുടെ തൈ ആണെന്നാണ് അവകാശവാദം. പക്ഷേ സർക്കുലറും സീഡ് ആക്ടും പ്രകാരമുള്ള ഒരു നിബന്ധനയും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിക്കുന്നു. നല്ല പാകമായത് കയറ് കെട്ടിട്ട് ഇറക്കണം എന്നൊക്കെയാണ് ചിലപ്പോ എല്ലാத்தைയും കൊണ്ടിട്ടുണ്ടാവാം. കൃഷിയിടത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നേരിട്ടെത്തി സീഡ് ആക്ട് പ്രകാരം മാതൃവൃക്ഷം കണ്ടെത്തണം. വിത്ത് തേങ്ങകൾ താഴെ വീഴാതെ വേണം ശേഖരിക്കാൻ. എന്നാൽ ആക്ടിലും കൃഷിവകുപ്പ് ഡയറക്ടറുടെ സർക്കുലർ അനുസരിച്ചുമുള്ള പരിശോധനകൾ നടന്നിട്ടില്ലെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. പരിശോധിച്ചതിന് തെളിവായി വിത്തുകളിൽ ഹാമർ സീൽ ചെയ്യണം. ഇവ മുളപ്പിച്ച് 1 വർഷത്തിന് ശേഷമാണ് വിതരണം ചെയ്യേണ്ടത്. പക്ഷേ വിത്തുതേങ്ങകളിൽ എവിടെയും സീൽ ചെയ്തതായി കണ്ടില്ല. ശരിക്കും സീലൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നാണ്. പക്ഷെ എന്തായാലും അത് കൃഷിഭവൻ വഴി ഇടുന്നോണ്ട് എന്താ വെച്ചാൽ സീൽ വെക്കാതെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ തേങ്ങയിൽ എന്താ അങ്ങനെ സീലില്ലാത്ത? ജില്ലയ്ക്കും അങ്ങോട്ടൊക്കെ വിളിക്കാണ്ട് സംസ്ഥാനത്തെ മിക്കയിടത്തും ഇത്തരത്തിലുള്ള ഗുണമേന്മയില്ലാത്ത തൈകളാണ് കർഷകർക്ക് ലഭിക്കുന്നത്. എന്നാൽ കേരള സമൃദ്ധി പദ്ധതിക്ക് സീഡ് ആക്ട് ബാധകമല്ല എന്നാണ് കൃഷി ഓഫീസറുടെ വിശദീകരണം. വിത്ത് തേങ്ങ സംഭരണത്തിന് സർക്കുലറിലും സീഡ് ആക്ടിലും കൃത്യമായ മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുമ്പോഴാണിത്. വലിയ ലക്ഷ്യത്തോടെ കൊണ്ടുവരുന്ന പദ്ധതികൾ വഴിപാടാകുന്നതിന്റെ ചിത്രമാണ് ഈ കണ്ടത്. കൃഷിവകുപ്പിനെ വിശ്വസിച്ച് തൈവച്ചവർക്ക് തേങ്ങ കിട്ടുമോ എന്ന് ഒരു ഉറപ്പുമില്ല. ക്യാമറാമാൻ വൈശാഖിനൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.